ഈമാൻ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തല. ഉപ്പയെ ഉമ്മയെ ഏതെങ്കിലും നിലയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് മരണസമയത്ത് ഈമാൻ ഉണ്ടാവില്ല. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിയ മക്കൾക്ക് ഈമാൻ നഷ്ടപ്പെടുമെന്ന് പേടി വേണ്ട. ചില കുട്ടികൾക്ക് ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും, എന്നാലും അവർ ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം 100ക്ക് 100 വാങ്ങുന്ന മക്കളായിരിക്കും. അവര് വിജയിക്കും. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയാൽ അള്ളാഹുവിന്റെ പൊരുത്തം അയാൾക്ക് ലഭിക്കും. പൊതുവെ ഉമ്മയെ കുറിച്ച് പ്രസംഗിക്കാനും പറയാനും പാടാനൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും. അതിന്റെ അർത്ഥം ഉപ്പയെ ബഹുമാനിക്കണ്ട സ്നേഹിക്കണ്ട എന്നല്ല ട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഖുർആനിലും ഹദീസിലും കൂടുതലായി പറഞ്ഞത് ഉമ്മനെ കുറിച്ചായിരിക്കും. അതിന്റെ കാരണം ഉപ്പയെ ബഹുമാനിക്കണ്ട ഉപ്പയെ പരിഗണിക്കണ്ട എന്നല്ല. പൊതുവെ ആൺകുട്ടികൾ ഉപ്പയെ പരിഗണിക്കൽ കുറവായിരിക്കും. പെൺകുട്ടികൾ പിന്നെ ഫ്രോയിഡിന്റെ തിയറി പ്രകാരം ഉപ്പാനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതെന്തേ ഖുർആനിൽ കൂടുതൽ ഉപ്പയെ ഉമ്മയെ പറയുന്നിടത്ത് ഉമ്മനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ ഒരു കാരണം, ഉമ്മയെ കുറിച്ച് ഹദീസിൽ ഉമ്മുക്ക 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 എന്ന് 3 തവണ പറയുന്നുണ്ട്. അത് 3 എണ്ണം പറയണത് ഗർഭം ചുമക്കൽ, മുലയൂട്ടൽ, പ്രസവിക്കൽ. ഇതിലാരും പങ്കില്ല, ഉമ്മ മാത്രം എടുത്ത റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് 3 തവണ പറഞ്ഞു. ഈ 3 റിസ്കും നമ്മൾക്ക് ഓർമ്മയില്ലാത്ത, നമുക്ക് പക്വതയില്ലാത്ത കാലത്ത് സംഭവിച്ചതാണ്. നമ്മെ ഉമ്മ ഗർഭം ചുമന്നത് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? ഇല്ല. ഉമ്മ നമുക്ക് പാലൂട്ടിയത് നമ്മളുടെ ഓർമ്മയിൽ ഉള്ള കാലത്താണോ? അല്ല. ഉമ്മ നമ്മെ പ്രസവിച്ചതിന് ശേഷം പ്രസവിച്ചതും മുലയൂട്ടിയതും ഗർഭം ചുമന്നതും ഇതൊന്നും നമുക്ക് ഓർമ്മയുള്ള കാലത്തല്ല. അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മയില്ലാത്ത കാലത്തും നമുക്ക് പക്വത എത്താത്ത കാലത്തും സംഭവിച്ചത് കൊണ്ടാണ് ഉമ്മാനെ ബഹുമാനിക്കണേ, ഉമ്മ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് അറിയാത്തോണ്ടാണ് എന്നിങ്ങനെ ഖുർആനും ഹദീസും പറയണം. ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എല്ലാരും കാണുന്നല്ലേ. മൂപ്പര് രാവിലെ പോകുന്നു, പാതിരാക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഡ്രസ്സൊക്കെ ചേറായിട്ട് കാണുന്നു. ഒമാനില്, ഖത്തറില്, ബഹ്റൈനില്, കുവൈത്തില്, സൗദിയില് ഇന്ന് പോയാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. പാവം. കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ടിട്ട് തെരുവുകളിൽ നിന്ന് പേന, പെൻസില്, പുസ്തകം വിൽക്കുന്നു. ആ കച്ചവടം ക്ലിക്കാവാത്തോണ്ട് കണ്ടെയ്നർ ബോക്സിൽ 25, 35, 40 രൂപ, 50 രൂപ എന്നെല്ലാം മറ്റു ബിരിയാണി വിൽക്കുന്നു. 2 അറ്റം മുട്ടിക്കാനും മക്കളെ വളർത്താനും എത്ര കഷ്ടപ്പെടും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കണ്ട കാര്യം പിന്നെ പറയണ്ടില്ലല്ലോ. നീ കാണുന്നുണ്ടല്ലോ, എന്തായാലും ഉപ്പാനെ ബഹുമാനിക്കുമല്ലോ അല്ലെ, കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീറു ഷഅറാവിയിൽ കാണാം. അല്ലാതെ ഉപ്പാനെ ബഹുമാനിക്കണ്ട സ്നേഹിക്കണ്ട എന്നതുകൊണ്ടല്ല. ഗൾഫിൽ നിന്ന് വിളിക്കുന്ന മോനെ നാട്ടിലേക്ക് വിളിച്ചാൽ ഉപ്പയാണ് ഫോൺ എടുത്തതെങ്കിൽ അസ്സലാമു അലൈക്കും, ആ ഉപ്പയാ, ഉമ്മാക്ക് ഫോൺ കൊടുക്കുമെന്നാ ചോദിക്കല്. എന്ത് ഇയാൾ ഉപ്പാനോട് എന്താ സംസാരിച്ചാൽ ഒരു 5 മിനിറ്റ് സംസാരിക്കൂല. ഉമ്മയാണെങ്കിൽ വിളിച്ചാൽ ഇന്നെന്തെല്ലാം കറി വെച്ച് നടക്കം പറയുകയും ചെയ്യും. ഉപ്പാനോട് ഒരു 2-3 മിനിറ്റ് സംസാരിച്ചൂടെ? നമ്മള് സംസാരിക്കണം. മഹാന്മാര് ഉപ്പയെ ബഹുമാനിച്ച രീതി കണ്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കേൾക്കണോ? ഫള് ഇബ്നു യഹ്യൽ ബർമാക്കി എന്ന് പറയുന്ന പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ മകൻ. ഈ മകനെയും ഉപ്പയെയും അന്യായമായി ജയിലിലടച്ചു. രണ്ടാളിപ്പോ ജയിലില് ഒരു റൂമിലാണ്. ഉപ്പയായ യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹുവിനെ
തണുത്ത വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഭയങ്കര പ്രയാസ. ഒള്ളെടുക്കുമ്പോൾ പ്രത്യേകിച്ചു. പാതിരാത്രിയാണെങ്കിൽ പിന്നെ പറയണ്ട. എന്താ ചെയ്യാ? എന്റെ ഉപ്പക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാണെന്ന് ഫളിൽ എന്ന ഈ കുട്ടിക്ക് മകന് അറിയാം. എന്ത് ചെയ്തു? ആ ജയിൽ വാർഡൻ, ആ വാർഡനോട് വിഷയം പറഞ്ഞപ്പോ മൂപ്പര് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ വിറക് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കലൊന്നും ജയിലിൽ നടക്കൂല, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മൂപ്പര് കുറച്ച് സ്ട്രോങ്ങിൽ പറഞ്ഞു. ഈ വെള്ളം എന്ത് ചൂടാക്കാൻ എന്താ വകുപ്പ്? ആ ഫളിൽ എന്ന കുട്ടി എന്താ ചെയ്തെന്നറിയാം? ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം ശേഖരിച്ചു. എന്നിട്ട് മുകളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉപ്പ തഹജ്ജുദിന് എണീക്കുന്നവരെ മണിക്കൂറുകളോളം ഈ വെള്ളത്തിന്റെ പാത്രം അടന്നെ പിടിച്ചു നിന്നു. കൈ കടച്ചലൊന്നും മൂപ്പര് വകവെക്കുന്നില്ല, അടുത്ത് തന്നെ പിടിച്ചു നിന്നു. ആ വിളക്കിന്റെ ചൂട് ഇതിന് തട്ടിയിട്ടെങ്കിലും കുറച്ച് വെള്ളം ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ തഹജ്ജുദിന് എണീക്കുന്ന സമയത്തേക്ക് ഉപ്പക്ക് വെള്ളം കൊടുത്തു. വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചൂട് കിട്ടിയിട്ടുണ്ട്. ഒന്നെടുത്തു, തഹജ്ജുദ് നിസ്കരിച്ചു, അങ്ങനെ മുന്നോട്ട് പോയി. ഇത് ജയിൽ വാർഡൻ കണ്ടു. ഞാൻ വിറക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, കത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ, ഈ വിളക്കിലേക്ക് നിങ്ങളുടെ വെള്ളം ചൂടാക്കൽ പരിപാടി ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. പിറ്റേന്ന് തഹജ്ജുദിന് ഉപ്പ എണീക്കുമ്പോഴേക്ക് എന്ത് ചെയ്യണം? ഒരു മാർഗവും ആലോചിച്ച് നോക്കി. ഞാനല്ലേ മിന്നാന്ന് 5000 രൂപ ഉപ്പാക്ക് തന്നത്, ഇന്നും ചിനാന്റെ പൈസ പറിക്കുന്നുണ്ടാ എന്ന് ചോദിക്കുന്ന പുതിയ കാലത്തെ മക്കൾ ഈ ചരിത്രം ഒന്ന് കേൾക്കണം, നല്ലതാണ്. ഉപ്പ എന്റെ വിഷയത്തിൽ ഇടപെടണ്ട കേട്ടോ എന്ന് പറയുന്ന കുട്ടികൾ, പെൺകുട്ടികൾ ഈ ചരിത്രമൊക്കെ വായിക്കുന്നത് നല്ലതാണ്. അടുത്ത ദിവസം ഈ ഫളിൽ എന്ന കുട്ടി ചെയ്ത പരിപാടി എന്താണ്? ഒരു രക്ഷയില്ല, വെള്ളം ചൂടാക്കാൻ ഒരു വകുപ്പില്ല. ചെമ്പ് പാത്രത്തിൽ വെള്ളം നിറച്ചു. ഉപ്പ ഉറങ്ങി എന്ന് കണ്ടപ്പോൾ ഉപ്പ അറിയാനും പറ്റൂലല്ലോ. ഈ മോനെ, സ്നേഹം ഉള്ള മോനെ പുതപ്പെടുത്തു. എന്നിട്ട് ആ വെള്ളം അതിന്റെ ഉള്ളിൽ വെച്ച് അതിന്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിട്ട് വെള്ളത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ തന്റെ ശരീരത്തിന്റെ കുറച്ച് ചൂട് വെള്ളത്തിന് തട്ടിയിട്ട് വെള്ളം ചൂടാവൂല, വെള്ളത്തിന്റെ തണുപ്പൊന്ന് പോകട്ടെ എന്ന് കരുതി. രാവിലെ വരെ ഉറങ്ങണില്ല, കാരണം എന്റെ ശരീരം അവിടുന്ന് മാറിയാലോ, വെള്ളം തട്ടി മറിഞ്ഞാലോ. കുറെ നേരം ഈ സൈഡിൽ കൊണ്ടുവച്ചു, കുറെ നേരം വയറിനോട് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചു. വെള്ളത്തിന്റെ തണുപ്പ് പോകുന്നത് വരെ അങ്ങനെ വെള്ളത്തിനോട് ചേർത്ത് നിർത്തി ശരീരത്തെ അമർത്തിപ്പിടിച്ച് ഉപ്പക്ക് വെള്ളം കൊടുത്ത് ആ തണുപ്പില്ലാതാക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്. തൻ്റെ ഉപ്പക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ തയ്യാറാണ് ഇന്നലകളിൽ ജീവിച്ച മഹാന്മാർ. ഇന്നത്തെ ചെറുപ്പക്കാർ ഉപ്പനോട് മിണ്ടൂല, ഒന്നും ഉണ്ടാവില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കോ? ഇല്ല. ഉപ്പ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തോ എന്ന് ചോദിക്കോ? ഇല്ല.